ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നിങ്ങളെ ഈ ഇൻ ക്രൈസ്റ്റിന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ കാണുന്നതിൽ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ഈ സമയം ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനതയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് യാഗങ്ങളും യാഗപീഠങ്ങളും സമാഗമന കൂടാരങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ലേവ്യ പുസ്തകത്തില് യാഗങ്ങളുടെ പ്രമാണം ദൈവം കൊടുക്കുമ്പോൾ ആ യാഗം എങ്ങനെയായിരിക്കണമെന്നും യാഗപീഠങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും ദൈവം വളരെ വിശദമായിട്ട് തന്നെ ലേവ്യ ഗോത്രത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ് ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ. അതിന്റെ 13-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും ഇങ്ങനെ കിടക്കുന്നു: യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ പുരോഹിതൻ കത്തിച്ചുകൊണ്ടേയിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്റെ മേൽ വിറക് വെച്ചിട്ട് ആ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടേയിരിക്കണം. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അഗ്നി ഇറങ്ങുന്ന തീ കത്തുന്ന ഒരു യാഗപീഠം ഇസ്രായേൽ ജനതയുടെ ജീവിതത്തില് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാര്യം, ഈ തീ കത്തിക്കുന്നത് മനുഷ്യനല്ല, ഈ തീ കത്തിക്കുന്നത് ദൈവമാണ്. പക്ഷെ ദൈവം കത്തിച്ച ഈ തീ കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് മനുഷ്യന്റെ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വവുമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ച പൗലോസ്, നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത് അല്ലെങ്കിൽ കെട്ടുപോകരുത് എന്ന് പറയുന്നു. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിഷേകം, എപ്പോഴും നിന്റെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവകൃപ. എന്നാൽ തീ കത്തുന്നതിനെ ഇഷ്ടമല്ലാത്ത, അഗ്നിയോട് താല്പര്യമില്ലാത്ത ഒരു പൈശാചിക സ്വാധീനം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസബേലിന്റെയും ആഹാബിന്റെയും കാലഘട്ടത്തിൽ ഒരു വല്ലാത്ത ദുരന്തപൂർണമായ ജീവിതമാണ് ഇസ്രായേൽ മക്കൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അന്ന് ദൈവത്താൽ ആക്കി വെക്കപ്പെട്ടിരിക്കുന്ന ആഹാബിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ ഇസബേലിയ ആ ശക്തി, ഇസബേലിയ വ്യാപാരം എന്ന് പറയുന്നത് അന്നും ഇന്നും ദൈവസഭകൾക്കകത്ത് വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ പ്രവാചകനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ത്രീയാണ് ഇസബേല്യ സ്ത്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസബേല്യ ആ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിക്ക് അവർ എതിരായിരിക്കും. കൃപാവരങ്ങളുടെ ജ്വലനത്തിന് ആ സ്ത്രീ അല്ലെങ്കിൽ ആ ശക്തി എതിരായിരിക്കും. ആ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അവർ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠമാണെങ്കിൽ, വിറകടുക്കി വെക്കുന്ന ഒരു യാഗപീഠമാണെങ്കിൽ അതിനകത്തെ കല്ലുകളെ ഇടിച്ചു കളയാൻ കഴിയത്തില്ല. അപ്പോൾ ആ യാഗപീഠം ഇടിച്ചു കളയണമെങ്കിൽ ആദ്യം അതിൻ്റെ അകത്തെ തീയെ കെടുത്തിക്കളയണം. തീ കെട്ടുപോയി, ചാരം കെട്ടുപോയി എങ്കിൽ മാത്രമേ അതിന്റെ കല്ല് ഇടിച്ച് കളയാൻ പറ്റത്തുള്ളൂ. കണ്ടോ, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്ന് ദൈവം കൽപ്പിച്ച യാഗപീഠം ആഹാബിന്റെ സമയമായപ്പോൾ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ അത് ഇടിഞ്ഞു കിടക്കുകയാണ്. ഏലിയാവിന് വെളിപ്പെടുത്താനുള്ള ദൈവത്തിന്റെ പ്രത്യേകത, തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമാണ് ഏലിയാവിന് വെളിപ്പെടുത്താനുള്ള ദൈവം. ഈ തലമുറയിൽ ഒരു അഗ്നിയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏലിയാവ് ചെയ്ത കാര്യം നിങ്ങൾ ആദ്യം ചെയ്യണം. ഇസബേലും അതിന്റെ ശക്തികളും ഇടിച്ചു കളഞ്ഞ യാഗപീഠങ്ങളെ നിങ്ങൾ വീണ്ടും പണിയുവാൻ തയ്യാറാകണം. എന്താണ് ഈ യാഗപീഠം എന്ന് പറയുന്നത്? എന്താണ് ഈ യാഗപീഠത്തോടും തീയോടും പൈശാചിക ശക്തികൾക്ക് ഇത്രയും വെറുപ്പെന്താണ്? എന്തുകൊണ്ടാണ് തീ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഭയം തോന്നുന്നത്? തീ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യമാണ്.
അത് കത്തുന്നിടത്ത് പൈശാചിക സ്വാധീനങ്ങൾക്ക് നിൽക്കുവാൻ പറ്റത്തില്ല. പ്രാർത്ഥനയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന, അഭിഷേകത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പൈശാചിക ശക്തികൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് അവനിലെ തീ കെടുത്തിക്കളയണമെന്ന് ആഗ്രഹിക്കുന്ന പൈശാചിക സ്വാധീനങ്ങളുണ്ട്. യേഹൂവിന്റെ കാലഘട്ടത്തിൽ ഇസബേലിനെ വെട്ടിക്കളഞ്ഞ് ഇസബേലിന്റെ രക്തം നായ്ക്കൾ നക്കി എന്ന് പറഞ്ഞെങ്കിലും പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന അളവില ഇസബേലിയ വ്യാപാരങ്ങൾ, ഇസബേലിയ ശക്തി പുതിയ നിയമസഭയ്ക്കകത്ത് ചലിക്കുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ തുയതൈര സഭയുടെ ദൂതന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-20 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 20-ാം വാക്യം വായിക്കുമ്പോൾ തുയതൈര സഭയ്ക്ക് പറയുകയാണ്, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും, കണ്ടോ, പ്രവാചകി പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങിനെ വേറൊരു നിലയിൽ ഉപയോഗിച്ച് ദൈവസഭയെ പണിയേണ്ട പ്രവാചക ദൗത്യത്തെ ദൈവസഭയെ തകർക്കുവാൻ വേണ്ടി ഉപയോഗിച്ച് ഇസബേലിയ ശക്തികൾ ഇന്നും സഭകൾക്കകത്ത് ചലിക്കുന്നുണ്ട്. അതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് 20-ാമത്തെ വാക്യത്തിൽ. ആ വ്യാപാരം തന്റെ ദാസന്മാരെ ഉപദേശിപ്പാനും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ തുയതൈര സഭയിൽ അനുവദിച്ചിരിക്കുന്നു എന്നൊരു കുറ്റമാണ്. അണ്ടോ, ആ സ്പിരിറ്റ് എന്താണ് ചെയ്യുന്നത്? അതൊരു ഡിസീവിങ് സ്പിരിറ്റ് ആണ്. ദൈവദാസന്മാരെ നിയന്ത്രിക്കുന്ന ഒരു സ്പിരിറ്റ്. എന്ത് പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണ്ട, എന്ത് പറയണം, എന്ത് പറയണ്ട, കണ്ടോ, അതാണ് തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രിയിൽ, ഈ പകലിൽ എവിടെയൊക്കെ നിങ്ങൾ എന്നെ ഇരുന്ന് കേട്ടാലും, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ സഭകൾക്കകത്ത് വ്യാപരിക്കുന്ന ഇസബേലിയ ശക്തികളെ വെട്ടിക്കളയുവാനുള്ളൊരു അധികാരം നിങ്ങൾ പ്രാപിച്ചില്ല എങ്കിൽ നിങ്ങളുടെ സഭയുടെ ആത്മീക വിരുദിനെ തെറ്റിച്ചു കളയുകയും നിങ്ങളുടെ ദൈവദാസന്മാരെ തകർത്ത് കളയുകയും ചെയ്യുന്ന ഈ വ്യാപാരം 1 രാജാക്കന്മാർ 17-ലും 18-ലും ഒക്കെ ആഹാബ് നേരിട്ട, ആഹാബിനെ ഭീഷണിപ്പെടുത്തിയ, കൊന്നുകളയുമെന്ന് പറഞ്ഞ, ആഹാബ് മിനിസ്ട്രിയെ നിർത്തുവാൻ കാരണമായി തീർന്ന ആ ഇസബേലിയ ശക്തി, കണ്ടോ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് തുയതൈര സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി അവിടുത്തെ യാഗപീഠങ്ങളെ ഇടിച്ചു കളയുവാൻ, തീയെ കെടുത്തിക്കളയുവാൻ ഇന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഉണർവിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുവാൻ ശ്രമിച്ചാൽ അണഞ്ഞുപോയി കിടക്കുന്ന യാഗപീഠങ്ങളെ കുറിച്ച് ആർക്കും ഒരു ബോധമില്ല. അണഞ്ഞുപോയി കെട്ടുപോയി കിടക്കുന്ന യാഗപീഠങ്ങളെ കുറിച്ച് ആർക്കും ഒരു ചിന്ത പോലുമില്ല. എന്നാൽ എവിടെയെങ്കിലും തീ കത്തുന്നു എന്നറിഞ്ഞാൽ, യാഗപീഠങ്ങളിൽ വീണ്ടും തീ കത്തുന്നു എന്നറിഞ്ഞാൽ, ആ പഴയ സർപ്പം, ആ പഴയ തുയതൈര സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ഇസബേലിയ ശക്തികൾ ഈ 2024-ലും 2024-ലും അഗ്നിക്കെതിരായി, പരിശുദ്ധാത്മ പകർച്ചകൾക്കെതിരായി, കൃപാവരങ്ങളുടെ ജ്വലനത്തിനെതിരായി ഇന്നും അത് ചലിക്കുന്നുണ്ട്. ആത്മാവിൽ ഇതിനെ വെട്ടിക്കളയുവാൻ, ആത്മാവിൽ ഇതിനെ ഗ്രഹിക്കുവാനുള്ള ദൈവശക്തി ദൈവസഭകൾ പ്രാപിക്കേണ്ടിയിരിക്കുകയാണ്. അത് അഗ്നിക്കെതിരായിരിക്കും, അത് യാഗപീഠങ്ങൾക്കെതിരായിരിക്കും, അത് കൃപാവരങ്ങളുടെ ജ്വലനത്തിനെതിരായിരിക്കും. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ അന്ന് ദൈവത്താൽ ആക്കി വെച്ചിരിക്കുന്ന ആഹാബിനെ ഒരു റിമോട്ട് ഉപയോഗിച്ച് ചലിപ്പിച്ചതുപോലെ ഇന്ന് ദൈവത്താൽ ആക്കി വെക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭയിലെ അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഇടയന്മാരെ നിയന്ത്രിക്കുന്ന ആ ദുർവ്യാപാരത്തെ ആത്മാവിൽ വെട്ടി മുന്നേറുവാൻ ദൈവസഭ ഈ ദിവസങ്ങളിൽ കരുത്തു പ്രാപിക്കണം. ഒരു ഇസബേലിയ വ്യാപാരം ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്ത് യാഗപീഠം പണിയുവാൻ അവൾ സമ്മതിക്കത്തില്ല, യാഗപീഠത്തിൽ തീ കത്തുവാൻ അവൾ സമ്മതിക്കത്തില്ല. കത്തുന്ന തലമുറയെ കെടുത്തിക്കളയുവാനുള്ള ഒരു വല്ലാത്ത ആവേശം അതിൻ്റെ ഉള്ളിൽ എപ്പോഴും കാണും. എന്നാണ് പ്രിയപ്പെട്ടവരെ യാഗപീഠത്തോട് ഇത്ര വെറുപ്പും തീയോട് ഇത്ര ബുദ്ധിമുട്ടും ഇസബേലിയ മണ്ഡലങ്ങൾക്കുണ്ട് എന്നറിയാമോ? യാഗപീഠം എന്ന് പറയുന്നത് ഒരു സാധാരണ കല്ലടുക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ സെറ്റപ്പ് അല്ല. അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഒഴിവാക്കാൻ പറ്റാത്ത
ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാണ് യാഗപീഠം എന്ന് പറയുന്നത്. യാഗപീഠം എന്ന് പറയുന്നത് അത് ദൈവവുമായിട്ടുള്ള കൂട്ടിമുട്ടലിന്റെ സ്ഥലമാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് എൻകൗണ്ടർ. ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടിമുട്ടലുകൾ നടക്കുന്നത് യാഗപീഠത്തിലാണ്. അത് നടക്കാൻ അനുവദിക്കാതെ വണ്ണം ഇസബേല്യ മണ്ഡലങ്ങൾ അതിനെ തകർക്കുവാൻ ശ്രമിക്കും. 2, അത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള നിരപ്പുകൾ പ്രാപിക്കുന്ന, അവന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന, റെക്കൺസിലിയേഷൻ വരുത്തുന്ന, അവനെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലമാണ് യാഗപീഠം എന്ന് പറയുന്നത്. നിന്റെ വിശുദ്ധിക്കെതിരെ ചലിക്കുന്നതാണ് ഇസബേല്യ ശക്തി എന്ന് പറയുന്നത്. 3, യാഗപീഠം എന്ന് പറയുന്നത് ഇസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. അത് ആരാധന വെളിപ്പെടുന്ന സ്ഥലമാണ്. ആരാധനകൾക്കെതിരെ ചലിക്കുന്നതാണ് ഇസബേല്യ ശക്തികൾ. അത് നിങ്ങളുടെ ദേശത്തും നിങ്ങളുടെ സഭയിൽ ചലിക്കുവാൻ തുടങ്ങിയാൽ ആത്മാവിൽ ആരാധിക്കുവാൻ ഒരാളെ സമ്മതിക്കത്തില്ല. അന്യഭാഷ പറയാൻ ആളുകളെ സമ്മതിക്കത്തില്ല. ഒരാൾ ആത്മാവിൽ ആരാധിച്ചുവാൻ അല്ലെങ്കിൽ ഒരല്പം ആത്മാവിൽ കൂടുതൽ ആ വ്യക്തി കണക്ട് ആയാൽ പെട്ടെന്ന് ദൈവസഭകൾക്കകത്ത് ഇത്തരത്തിലുള്ള ഇസബേല്യ ശക്തികൾ ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങും. എന്നാൽ ഞാൻ പറയട്ടെ, അത്തരം ഇസബേല്യ മണ്ഡലങ്ങളെ വെട്ടിക്കളയുന്ന യേഹൂവിന്റെ അഭിഷേകമുള്ള ഒരു തലമുറയെ, ഒരു യേഹൂ ജനറേഷനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഓൾട്ടർ, യാഗപീഠം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റിന്റെയും കവനന്റിന്റെയും സ്ഥലമാണ്. അതുകൊണ്ട് ആരാധനയ്ക്കെതിരായ, കവനന്റിനെതിരായ, കമ്മിറ്റ്മെന്റിനെതിരായ, റിക്കൺസിലിയേഷനെതിരായ, എൻകൗണ്ടറിനെതിരായ ഈ ഇസബേല്യ ശക്തിയാണ് തുയതൈര സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ആ സഭയെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്നത്. ആത്മാവിൽ വിവേചിക്കുവാൻ കരുത്തുള്ള ദൈവദാസന്മാരോട് ഈ തലമുറയിൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ യാഗപീഠം പണിയുക. നിങ്ങൾ ആ യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ ശുശ്രൂഷയില് ഞായറാഴ്ചകളിൽ മാത്രം ഒരു സഭായോഗം നടത്തി നിർത്താതെ എല്ലാ ദിവസവും 365 days 24/7 ആ യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. കത്തുന്ന യാഗപീഠത്തിനകത്ത് നിന്നും ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഒരു പൗരോഹിത്യ ജനറേഷൻ ആത്മാവിൽ എഴുന്നേറ്റ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ദേശത്ത് നിൽക്കുന്ന ഇസബേല്യ മണ്ഡലങ്ങളെ വെട്ടുവാനുള്ള അഭിഷേകം ഈ തലമുറയിൽ ചില ദൈവദാസന്മാരുടെ മേൽ പരിശുദ്ധാത്മ വിടാൻ പോകുകയാണ്. കെട്ടുപോകാത്ത യാഗപീഠങ്ങളെ പണിയുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ യാഗപീഠങ്ങൾക്കെതിരെ നിൽക്കുന്ന ഇസബേല്യ മണ്ഡലങ്ങളെ വെട്ടിക്കളയാനുള്ള അഭിഷേകം ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.